ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ ചെന്നായ വളർത്തിയ കുട്ടിയുടെ കഥ പറയണമെന്ന് സുധാകരൻ ചേട്ടൻ ഇതിലാവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 പടങ്ങളെ കാര്യമാണ്. കായൽക്കരിയിൽ, പിന്നെ ചെന്നായ വളർത്തിയ കുട്ടി, പാവങ്ങൾ പെണ്ണുങ്ങൾ. ഇത് 3 പടവും ഞാൻ കണ്ടതാണ്. പക്ഷേ ചെന്നായ വളർത്തിയ കുട്ടി ശരിക്കും ഫുള്ളായിട്ട് ഓർമ്മയുണ്ട്, മറ്റേ രണ്ടും ഭാഗികമായിട്ട് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് അതിവിടെ പറയണ്ട, നമുക്ക് ചെന്നായ വളർത്തിയ കുട്ടീൻ്റെ കഥ പറയാം. ചെന്നായ വളർത്തിയ കുട്ടി കുഞ്ചാക്കോയുടെ പടമാണ്. പൂരപ്പറമ്പിൻ്റെ ആളുണ്ടായിരുന്നു ചെന്നായ വളർത്തിയ കുട്ടിയുടെ പടം കാണാൻ വേണ്ടി അന്നത്തെ കാലത്ത്. ടിക്കറ്റൊന്നും എനിക്കൊന്നും 1 മാസത്തേക്കൊന്നും ടിക്കറ്റില്ല. പടം ബ്ലോക്ക് ബസ്റ്ററാണ്. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, പടം തുടങ്ങുമ്പോൾ തന്നെ പാട്ടാണ്. ടൈറ്റിൽ കാർഡ് നസീർ സാറിൻ്റെ പേര് കാണിക്കുമ്പോൾ തന്നെ പാട്ടാണ്. കാർത്തിക പൂക്കോട നിവർത്തി, രാത്രി കല്യാണ മണ്ഡപമുയർത്തി, പച്ചക്കരിമ്പൊത്ത പെൺകിടാവേ നീ പച്ചിലക്കുടിലേക്കെഴുന്നള്ളു, കാർത്തിക പൂക്കോട നിവർത്തി. ആ പാട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് കുഞ്ചാക്കോ എന്നുള്ള പേര്. അത് കഴിഞ്ഞ് പടം തുടങ്ങിക്കഴിഞ്ഞാൽ നസീർ സാറ് എൻ്റെ അച്ഛനാണ് തിക്കുറിശി. വലിയ പണക്കാരായി ഇവർക്ക് വേറെ നാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് നസീർ സാർ ഇടയ്ക്കിടയ്ക്ക് പോകും. അത് വലിയ ചുരം കയറിയിട്ട് പോകണം. അപ്പോൾ ചുരം കയറിയിട്ട് പോകുന്ന സമയത്ത് അവിടെ ചുരത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ കൊള്ളസംഘമുണ്ട്. ജനാർദ്ദനാണ് കൊള്ളസംഘത്തിൻ്റെ നേതാവ്. വലിയ തോക്കല്ലായിട്ട് ജനാർദ്ദൻ കൊണ്ടുപോകും. അപ്പോൾ അതിലെ പോകുന്ന കാറുകളെല്ലാം രാത്രി കൊള്ളടിക്കലാണ് പണി. അങ്ങനെ നസീർ സാറ് കാറ് പോകുമ്പോൾ കാറ് നിർത്തും. ജനാർദ്ദന തോക്കും പിടിച്ചിട്ട് നസീർ സാറ് കാറിൽ നിന്ന് ഇറങ്ങും. അവിടെ ജനാർദ്ദൻ ചോദിക്കും, തീപ്പെട്ടി ഉണ്ടോ ചോദിക്കും. അപ്പോൾ നസീർ സാറ് രാത്രിയാണ് സംഭവം. നസീർ സാറ് ലൈറ്റർ എടുത്തിട്ട് ജനാർദ്ദന് പിന്നെ പുകവലിക്കാൻ സിഗരറ്റ് കത്തിച്ചു കൊടുക്കും. ആ കത്തിക്കൊരു അടിയാണ് നസീർ സാറ്. പിന്നെ എല്ലാത്തിനും അടിച്ച് ഓടിക്കും. ഭയങ്കര സ്റ്റാൻഡ്. അങ്ങനെ ജനാർദ്ദനും കൂട്ടറിൽ ഓടിയിട്ട് ലാസ്റ്റ് ജനാർദ്ദന് പറയും, ഈ അനുയായികളുണ്ടല്ലോ കുറേ ഗുണ്ടകൾ, അവരോട് പറയും, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാമെന്ന് പറയും. ഇപ്രാവശ്യം അവർ രക്ഷപ്പെട്ട് കളഞ്ഞു. അങ്ങനെ നസീർ സാറ് പോകുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവ് പോകും. അവിടുത്തെ ജോലിക്കാരാണ് MG സോമനും ശാരദയും. അപ്പോൾ നസീർ സാറ് വരുന്നേറ്റ് അവർ വീടെല്ലാം വൃത്തിയാക്കി വെച്ചായിരുന്നു. അങ്ങനെ MG സോമനോട് നസീർ സാർ എന്താ സുഗന്ധനെല്ലാം ചോദിക്കും. ആ സാർ സുഗന്ധനെല്ലാം പറയും. ഒരു സാധുവാണ് സോമൻ. അപ്പോൾ അങ്ങനെ പിന്നെ സോമന് ശാരദയെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ശാരദക്ക് സോമനെ ഇഷ്ടമായില്ല. നസീർ സാറായിട്ട് സ്നേഹത്തിലായി. ശാരദ അവിടെ വേലക്കാരിയാണ്. പക്ഷെ നസീർ സാറായിട്ട് സ്നേഹത്തിലായി. അങ്ങനെ നസീർ സാറ് പിന്നെ കുറച്ച് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു പോയിട്ട് അച്ഛനോട്, അപ്പോൾ നസീർ സാറിന് കുറേ കല്യാണ ആലോചന വരുന്നുണ്ട്. വലിയ പൈസക്കാരനാണല്ലോ. അപ്പോൾ തിക്കുറിശ്ശി വലിയ വീട്ടുകാരായിട്ട് കല്യാണം ഉറപ്പിക്കും. അപ്പോൾ നസീർ സാർ ആ കല്യാണത്തിന് സമ്മതിക്കില്ല എനിക്ക്. അപ്പോൾ തിക്കുറിശ്ശി ചോദിക്കും, നിൻ്റെ മനസ്സിലാരും കണ്ടോ ചോദിക്കും. നസീർ സാർ ഒരു മറ്റേ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. തിക്കുറിശ്ശിക്ക് ആകെ ചൂടാവും. തിക്കുറിശ്ശി പറയും, എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ലാസ്റ്റ് തിക്കുറിശ്ശി പറയും, ഞാൻ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെല്ലാം പറഞ്ഞ് നസീർ സാർ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ വലിയ പണക്കാരിയായിട്ട് കല്യാണം കഴിക്കാം. പിന്നെ നസീർ സാറ് തിരിച്ചു പോവില്ല. പിന്നെ അവിടുന്ന് ശാരദ സോമനെ കല്യാണം കഴിക്കും. അങ്ങനെ സോമനെ കല്യാണം കഴിച്ച് സോമനോട് സംഗതിയെല്ലാം പറയും, ഇങ്ങനെ നസീർ സാറായിട്ട് സ്നേഹിച്ച കാര്യം. അപ്പോൾ ശാരദ ഗർഭിണിയുമാണ്. അപ്പോൾ സോമ നസീർ സാറിനെ പിന്നെ മറന്നേക്കുന്നെല്ലാം പറഞ്ഞ് സോമ കല്യാണം കഴിക്കും. അങ്ങനെ അതിലുള്ള കുട്ടിയാണ് വേറെ നസീർ സാറ് പിന്നെ ജനിക്കുന്നത്, ചെറിയ കുട്ടി. അപ്പോൾ സോമൻ്റെ മകനല്ലാത്തതുകൊണ്ട് സോമനൊരു ദിവസം ഈ കുട്ടിയെ എടുത്തിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് കാട്ടിൽ വെച്ചിട്ട് തിരിച്ചു വരും. അത് വലുതായിട്ട് അവന് മാസ്റ്റർ ആകുവാണ്. അപ്പോൾ തിരിച്ച് വന്ന് ശാരദ കുട്ടിയെ നോക്കിയിട്ട് കുട്ടിയെ കാണൂല. അങ്ങനെ സോമൻ വേറെ എന്തെല്ലോ കാരണം പറയും, അത് ഞാൻ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നെല്ലാം പറയും. അങ്ങനെ ഇവർ ശാരദ വെറും കരച്ചിൽ തന്നെ പിന്നെ കുട്ടിയെ കാണാനായിട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാമെന്നും പറയും സോമൻ. രണ്ടാമത് ശാരദയുടെ കരച്ചിലും കണ്ടിട്ട് കുട്ടിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകും. അവളുടെ കുട്ടിയെ കാണൂല. അങ്ങനെ കാട്ടിൽ നിന്ന് കുട്ടിയെ ചെന്നായ വളർത്തുന്നത്. അങ്ങനെ കുറേ മൃഗങ്ങളുടെ ഇടയിലായിപ്പോയി കുട്ടി. അങ്ങനെ കുട്ടി വളർന്ന് മാസ്റ്റർ രഘുവായി. സംസാരിക്കാൻ അറിയില്ല, വെറുതെ ഇങ്ങനെ ഒച്ച വെക്കലാണ്. മൃഗങ്ങളോടായിട്ടുള്ള സംസാരിക്കൽ സൗണ്ടിലാണ്.
അപ്പോൾ അവിടെ ആ കാട്ടിൽ എന്താ വലിയൊരു സ്ഥലം കാണാനുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അവിടത്തേക്ക് ഉമ്മറും ജയഭാരതിയും ബേബി സുമതി കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ് ബേബി സുമതി. പിന്നെ അതിനും കുട്ടിന് വരും കാട്ടിൽ. അങ്ങനെ അവർ കാടെല്ലാം കാണാൻ പോയിട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ബേബി സുമതിനെയും കാണാണ്ടായി. ഉമ്മറും ജയഭാരതിയുള്ള സ്ഥലം മുഴുവനും ഭാരതിയിൽ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ ആ കുട്ടി കാട്ടിലെത്തിപ്പെടും. ആ കാട്ടിലെത്തിയിട്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങളെല്ലാം കുട്ടീനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ മാസ്റ്ററിനെ പോയി രക്ഷിക്കും. പിന്നെ മാസ്റ്റർ മൃഗത്തിനെല്ലാം അടിച്ചോടിക്കും. നമ്മളാളാന്ന് പറയും മൃഗത്തോട് ഇങ്ങനെ സൗണ്ടിൽ. മൃഗങ്ങളെല്ലാം തിരിച്ചു പോകും. അങ്ങനെ പിന്നെ മൃഗങ്ങൾക്ക് ഈ 2 കുട്ടികളെയും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെ അവർ വലുതായിട്ടാണ് നസീർ സാറും ഉണ്ണിമേരിയും, വേറൊരു പ്രേം നസീറും ഉണ്ണിമേരിയും വലുതായി. പിന്നെ അവർ കാട്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങാൻ പോക്കും നസീറും പിന്നെ ഉണ്ണിമേരിയും. അപ്പോൾ ഇവിടുന്ന് ജയഭാരതിയും ഉമ്മറും സങ്കടത്തില്ല, കുട്ടിനെ കാണാനില്ലല്ലോ. അവർ പിന്നെ ജീവിതകാലം മുഴുവനും സങ്കടത്തിലായി. പിന്നീട് ഈ പിന്നെ ഈ നസീർ സാറിനെയും ഇവരെയും കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ തിക്കുറിശി മരിക്കും. തിക്കുറിശി മരിച്ച ശേഷം നസീർ സാറ് വേറെ വലിയ വീട്ടിൽ കല്യാണം കഴിച്ചിരുന്നു. ആ ഭാര്യയും മരിക്കും. പിന്നെ നസീർ സാർ ശാരദയും തേടിയിട്ട് പോകുന്നതാണ്. സോമനോട് പറഞ്ഞ് സോമ സംഗതിയെല്ലാം പറയും, ഇതാണ് സാർ സംഭവം. പിന്നെ ഇവർ കാട്ടിൽ പോയിട്ട് അന്വേഷിക്കലാണ്. കാട്ടിൽ പോയി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ നസീർ മകനെയും കണ്ടുപിടിക്കും. പിന്നെ ഉമ്മറിന് ജയഭാരതിക്കും ബേബി സുമതിനെ തിരിച്ചു വിട്ടു. അതിൻ്റെ ഇടയിൽ ജനാർദ്ദനായിട്ട് ഫൈറ്റ് ഉണ്ട്. പിന്നെയും ജനാർദ്ദൻ, പിന്നെ ഈ നസീർ വയസ്സായല്ലോ. പിന്നീട് നസീർ സാർ വയസ്സായിട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവ് പോകുമ്പോൾ ജനാർദ്ദനം കൊള്ളയടി നിർത്തിയില്ല. ജനാർദ്ദനും വയസ്സായി, തോക്കെല്ലാം എടുത്തിട്ട് വരും. ഒരു ദിവസം തിക്കുറിശിയും നസീർ സാറും വയസ്സായ സമയത്ത് പിന്നെ ഈ ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ ജനാർദ്ദനെ കണ്ടുമുട്ടും. അപ്പോൾ ജനാർദ്ദനെ കണ്ടുമുട്ടിയാൽ മനസ്സിലാകും ജനാർദ്ദനും തിക്കുറിശിൻ്റെ വേറൊരു മകനാണ്, മൂത്ത മകനാണ്. തിക്കുറിശി പണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലുള്ള സമയത്ത് അതിൽ ജനിച്ച ഒരു മകനാണെന്ന് പിന്നെ ജനാർദ്ദനെ. അപ്പോൾ നസീർ സാറിൻ്റെ ഏട്ടനാണ് ജനാർദ്ദനെ, കൊള്ളക്കാരനായി മാറിപ്പോകുന്നത്. അങ്ങനെ അതും കണ്ടുമുട്ടു. അങ്ങനെ എല്ലാം കൂടി ക്ലൈമാക്സിൽ എല്ലാം കുടുംബക്കാരായി. അതായത് പിന്നെ നസീറും പിന്നെ മകനെയും കിട്ടി, ഉമ്മറിന് മകളെയും തിരിച്ച് കിട്ടി. സോമനാങ്കിൽ നസീർ സാർ പിന്നെ സോമ പിന്നെ മരിച്ചു പോകുന്നുണ്ട്. സോമ മരിച്ചതിന് ശാരദ തനിച്ചായി. വീണ്ടും ശാരദ നസീർ സാർ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോക്കാം, പണ്ടത്തെ നസീർ. അങ്ങനെ നസീർ, ശാരദ, നസീർ, ഉണ്ണിമേരി ലാസ്റ്റ് സ്ക്രീനിൽ 4 നിർത്തിയിട്ട് കുഞ്ചാക്കോ ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പടം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒരു ചുരുക്കി പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നസീർ സാറ് ശാരദയായിട്ട് നല്ലൊരു പാട്ടുണ്ട് അവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലുള്ള സമയത്ത്. സെമന്ത പഞ്ചക തീർത്ഥത്തിനടുത്തൊരു വസന്ത കേളി ക്ഷേത്രം, അതിൻ്റെ മുറ്റത്ത് തീർത്തു നീ എനിക്കൊരു മയൂരസിംഹാസനം, ഒരു മയൂരസിംഹാസനം എന്നുള്ള പാട്ടുണ്ട്. പിന്നെ ഉമ്മറും ജയഭാരതി പാട്ടുണ്ട്. പിന്നെ ഒരു അശരീരിയുണ്ട്. ഈ ബേബി സുമതിനെ കാണാണ്ടായ സമയത്ത് ഒരു ദുഃഖഗാനം വരുത്തുന്നുണ്ട്. അപ്പോൾ ഉമ്മറിന് ജയഭാരതിനെ ദുഃഖത്തോടെ കാണിക്കും. അത് കുഞ്ചാക്കൻ്റെ ഉദയയുടെ പടമാണ്. ഉദയ അധികം മറ്റേ പടം എടുക്കല്, ഏത് വടക്കം പാട്ട് പടം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സിനിമ എടുക്കും. ചെന്നാവളർത്തെ കുട്ടി, മല്ലനും മാധവനും, ഇതെല്ലാം അടുത്തടുത്ത് വന്ന ഫിലിമാണ്. സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഓക്കെ.